ഹായ് നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ രുചിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. മാന്തൽ എന്ന് പറയുന്ന ഒരു മീൻ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന രീതി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇവിടെ മാന്തൽ, അതുപോലെ തന്നെ നങ്ക് എന്നൊക്കെ ഒരു മീൻ പറയാണ്ട്. ഇത് ഫ്രൈ ചെയ്ത ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ ഇതിൻ്റെ തലഭാഗത്ത് നിന്നൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഇതുപോലെ തൊലി വലിച്ചെടുത്ത് മാറ്റുവാണ് വേണ്ടത് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. തലഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് തൊലി എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നന്നായിട്ട് നമ്മളിതൊന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇപ്പം മീനൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു മൺചട്ടിയിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവൻ വരുന്ന രീതിയിൽ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് നമുക്ക് പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നല്ല പുളിയുള്ള പുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഈ മസാല നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഉപ്പോ പുളിയൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാല ഏകദേശം ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഒത്തിരി ഡ്രൈ ആകാനും പാടില്ല, ഇങ്ങനെ ഒത്തിരി വെള്ളം കൂടി പോകാനും പാടില്ല. പിന്നെ മീനൊക്കെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അരമണിക്കൂർ ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ വാഴയിലയിലാണ് ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ലാന്നാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. വാഴയില മുറിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇനി വെളിച്ചെണ്ണ ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് മറ്റുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ചുകൂടി എണ്ണ തൂക്കിക്കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചത് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴയിലയിൽ പൊള്ളിച്ച് വരുമ്പോൾ ആ ഒരു രുചിയും ആ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളിയാണ് ടേസ്റ്റ്. പിന്നെ പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ശരിക്കും കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരിത്തിരി അച്ചാറും ഈ ഒരു മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ കുശാലാണെന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് ഞാൻ മുറിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ ഉടച്ച് കഴിക്കാൻ, നമ്മുടെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഉടച്ച് കഴിക്കാൻ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു റെസിപ്പി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.